അയ്യോ എന്റെ മോളെ. അശ്വതി, ഇത് നമ്മുടെ മോളാണ്. ഈശ്വര, അശ്വതി എഴുന്നേറ്റേ. അശ്വതി എഴുന്നേക്ക്. അശ്വതി, എടോ എത്രയും പെട്ടെന്ന് അശ്വതി ഹോസ്പിറ്റലിൽ എത്തിക്കണം. എടോ കുട്ടിയുടെ ബോഡി കുഴിന്ന് എടുക്കണ്ടേ? അതെ. മരിച്ചോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ ജീവനുണ്ടെങ്കിലോ. അശ്വതി, നീ ഇങ്ങനെ ഇവിടെ കിടക്കാതെ എഴുന്നേക്ക്. എന്താ അശ്വതി? എന്ത്? ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? അയ്യോ, ഈ പെണ്ണിന്റെ പിരി പോയെന്ന് തോന്നുന്നു. അശ്വതി, നമ്മുടെ മോളതെ ഈ കുഴിയില്. അശ്വതി, അവിടെ നിക്ക്. എടോ. ആ സാർ, ഈ ബോഡി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ സാർ, എത്തിക്കാം. നിങ്ങളുടെ മോള് തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതെ, എന്റെ മോള് തന്നെയാ ഇത്. ജീവനുണ്ടോന്നൊന്നും ഞങ്ങൾക്കറിയില്ല. വരൂ, എത്രയും പെട്ടെന്ന് എന്റെ മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. തന്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഷോക്കായതായിരിക്കും. ആ, അശ്വതി ഇങ്ങനൊന്നും ബിഹേവ് ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. അത് പെട്ടെന്ന് കണ്ടതിന്റെ ഷോക്കാ. എത്രയും പെട്ടെന്ന് അവളെയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. മുതലാളി, എന്നാ കുഴിയിൽ നിന്ന് ബോഡി എടുക്കാല്ലേ? വേഗം എടുക്ക്. ഈശ്വര, എന്റെ കുട്ടി ആയിഷ. എന്നാലും ആരായിരിക്കും ഈ കുട്ടീനെ ഇതിൽ കൊണ്ടിട്ടത്? ശരിക്കും ഈ ആയിഷയുടെ ജീവിതം ആലോചിക്കാ. പാവല്ലേ. ശരിക്കും ആയിഷയുടെ കാര്യം ആലോചിക്കുമ്പോ ഒത്തിരി സങ്കടം തോന്നും. പാവം, അവൾ ഇതുവരെ അവളുടെ ഉമ്മയും ഉപ്പയും ഒന്നും കണ്ടിട്ടേ ഇല്ല. അതിനു മുമ്പ് അവൾ മരിച്ചുപോയി. ഏത് ദ്രോഹിയാ നമ്മുടെ ആയിഷയെ കൊന്നത്? അവള് പറയട്ടെ, നമുക്ക് കേക്കാം. ആയിഷ, പറ ആയിഷ, എന്താ പറ്റിയത്? സത്യം പറഞ്ഞ രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. സങ്കടം സഹിക്കാനാവാതെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. ഒന്ന് മുറ്റത്തിറങ്ങി. അപ്പതേ അങ്ങോട്ടേക്ക് അയാൾ വന്നു. വേറെ ആരുമല്ല, ആ സാറ്. എന്നിട്ട് ആഹാ, ഇത് ആയിഷയാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. അതിന്റെ തള്ള ഈ ഭാഗത്തെങ്ങാനും ഉണ്ടെങ്കിലോ. ഇവിടുന്ന് വിളിച്ചിട്ട് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവളുടെ അടുത്തേക്ക് പോവാം. അതാ നല്ലത്. ആയിഷ, ഇത് സാറാണല്ലോ. ആയിഷ, മോളെന്താ ഒറ്റക്ക് പുറത്ത് നിൽക്കുന്നേ? ഒന്നുമില്ല. അമ്മയുണ്ടോ അടുത്ത്? ഇല്ല, അമ്മ നല്ല ഉറക്കാ. ഹാവൂ, നീ ധൈര്യത്തിൽ അവളുടെ അടുത്തേക്ക് പോവാം. ഇതെന്താ ആയിഷ അതിരാവിലെ മോള് മുറ്റത്ത് നിൽക്കുന്നത്? അത് ഒന്നുമില്ല സാറേ. സാറിന്റെ ഇവിടെ? അത് പിന്നെ ഞാൻ ഈ വഴിക്ക് പോകുമ്പോ മോളെ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഓ, സാറേ വീട് ഇവിടെ അടുത്താണോ? ആ, എന്റെ വീട് ഇവിടെ അടുത്താ. എന്താ മോളെ? ഒന്നുമില്ല. എന്തിനാ ആയിഷ കരയുന്നത്? ഒന്നുമില്ല സാറേ. ഏയ്, ചുമ്മാ ആയിഷ മോള് കരയില്ല. അത് സാറിനറിയാം. എന്തിനാടാ ചക്കരെ കരയുന്നത്? സാറോട് സത്യം പറയാം. സാറ് ചിലപ്പോ എന്നെ സഹായിച്ചാലോ ഈ കാര്യത്തില്. എന്താ പറ ആയിഷ, എന്താ മോളെ വിഷമം? എന്തിനാ ഇങ്ങനെ കരയുന്നേ? അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാ സാർ ആരോടും പറയരുത്. ഏയ്, ഈ സാറെ പറ്റി മോൾ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ? പറ ആയിഷ, എന്താ? സാറേ, എന്റെ അച്ഛ പറയാണ് ഞാന് അച്ഛയുടെ അമ്മയുടെ മോളല്ലാന്ന്. ഓ, അങ്ങനെ പറഞ്ഞോ? 2 ദിവസം കഴിഞ്ഞാല് എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്നെ കൊണ്ടുപോകാൻ വരൂന്ന് പറഞ്ഞു. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അന്നപ്പോ വഴി ചോദിച്ച എന്റെ അടുത്തേക്ക് വന്നത് ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനാണ്. എന്താ സാറേ ആലോചിക്കുന്നത്? വെറുതെ അല്ല ഈ കുട്ടിക്ക് ആയിഷ എന്ന് പേര് വന്നത്. മുസ്ലിം പേരാ. അപ്പൊ ശരിക്കും ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ ആ ബീരാൻ തന്നെ. ആ മോളെ, എന്താ സാറിന്റെ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. സാറേ, അച്ഛൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അങ്ങനെ? ആ ആയിഷ, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതെങ്ങനെയാ സാറിന് അറിയാ? എന്നോട് മോളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? ശരിക്കും. ചുമ്മാ പറയല്ലേ സാറേ? അല്ല, സത്യം. മോളെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. സന്തോഷായോ? ഒത്തിരി സന്തോഷായി. സാറ് സത്യാണോ പറഞ്ഞത്? അതെ ആയിഷ, സാർ കള്ളം പറയില്ല. മോക്കറിയില്ലേ? അങ്ങനെയാണെങ്കില് സാർ ഒരു കാര്യം പറയട്ടെ? മോളോട് സാർ ഈ സത്യം തുറന്നു പറഞ്ഞില്ലേ?
മോള് എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാവോ? എങ്ങോട്ടാ? വരാവോ? ഞാൻ എന്തായാലും വരാം. ഞാൻ അമ്മയോട് ഒന്ന് പറയട്ടെ. ഏയ്, അമ്മയോട് പറയാൻ പാടില്ല. അതെന്താ? അമ്മയോട് പറഞ്ഞ അമ്മ വിടില്ല. അമ്മയോട് പറയാതെ ഞാൻ എങ്ങനെയാ വരിക? അമ്മ ഇപ്പൊ നല്ല ഉറക്കല്ലേ? ഉറക്കാണ്. ആ, അപ്പൊ അമ്മ ഉറങ്ങി എഴുന്നേൽക്കുന്ന മുന്നേ നമുക്ക് ഇവിടെ എത്താം. ഓക്കെ? ശരിക്കും? ശരിക്കും. അങ്ങനെയാണെങ്കിൽ ആയിഷമോള് വരാം. എന്നാ ബാ. അല്ല സാറേ, നമ്മൾ എങ്ങോട്ടാ പോണത്? അതൊക്കെ പറയാം. എന്റെ പൊന്നുമോളെ നിങ്ങൾ വന്നേ. ഇത് എവിടെയാ സാറേ സ്ഥലം? മോളെ ബാക്കിൽ ഒരു കൊച്ചു വീടുണ്ട്. നമ്മൾ രണ്ടുപേരും ആ വീട്ടിനുള്ളിലോട്ട് കയറും. എന്തിനാ? അത് പിന്നെ അന്ന് സാറ് മോളോട് പറഞ്ഞിട്ടില്ലേ മോക്ക് ഒത്തിരി ചോക്ലേറ്റ്സ് വാങ്ങിത്തരാന്ന്? പറഞ്ഞിരുന്നോ? ആ, അപ്പോ ഈ വീട്ടിനുള്ളില് സാറ് നിറയെ ചോക്ലേറ്റ്സ് വെച്ചിരിക്കുക. ശരിക്കും? ശരിക്കും. എന്താ ആയിഷ പെട്ടെന്ന് മുഖം വാടിയത്? അത് പിന്നെ സാറേ, അമ്മ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലോ? ഏയ്, അമ്മ എഴുന്നേറ്റിട്ടൊന്നുമില്ല. അതെന്താ സാറിന് അത്ര ഉറപ്പ്? അമ്മ എഴുന്നേറ്റിട്ടില്ല ആയിഷ. സാറേ, ആയിഷക്ക് വിശ്വാസമില്ല. വിശ്വാസൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പക്ഷിയില്ല. മോള് ദേ അതിനുള്ളോട്ട് കയറിക്കേ. ചോക്ലേറ്റ്സ് തന്ന അപ്പൊ തന്നെ ആയിഷമോള് പോവൂട്ടോ. ഓക്കെ, എന്നാ വേഗം ആ വീടിനുള്ളിൽ കയറിക്കേ. ശരി. എനിക്ക് പുറത്ത് പോകണം സാർ, എന്നെ പുറത്ത് വിട്. മിണ്ടാതിരിക്കടി അവിടെ. അയ്യോ, അയ്യോ, അയ്യോ. പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരി. നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് തരുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു.